السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ കുറച്ച് സൂറത്തുകൾ നമുക്ക് വിശദീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുവാനുള്ളത് സൂറത്തുൽ നസ്റാണ്. സൂറത്തുൽ കാഫിറൂന് ശേഷമുള്ള സൂറത്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്തിൻ്റെ പേരായി പറയപ്പെടുന്നത് സൂറത്തുൻ നസ്ർ എന്ന സൂറത്തു അൻ നസ്ർ എന്ന ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട സൂറത്തുകളിൽ വെച്ച് അവസാനമായി പൂർണ്ണമായി ഇറങ്ങിയ സൂറത്താണ് ഇത് സൂറത്തുൻ നസ്ർ. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ചില ആയത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ സൂറത്ത് എന്ന നിലക്ക് പൂർണ്ണമായി ഇറങ്ങിയത്, അവസാനമായി ഇറങ്ങുന്നത് ഏതാണ്? സൂറത്തു അൻ നസ്റാണ് എന്നതാണ്. അവിടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, തഅലമു ആഖിറ സൂറത്തിൻ നസലത് മിനൽ ഖുർആൻ നസലത് ജമീഅൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നിനക്കറിയുമോ ഏറ്റവും അവസാനമായി വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ സൂറത്ത് ഏതാണെന്നാണ്, പൂർണ്ണമായി ഇറങ്ങിയ സൂറത്ത് ഏത്? ആ സമയത്ത് പറയുകയാണ്, ഖുൽതു നഅം, എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണെന്ത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണെന്ത്, ഖാല സദഖ്ത, നീ സത്യം പറഞ്ഞു എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ വെച്ച് പൂർണ്ണമായി ഇറങ്ങുന്ന ഏറ്റവും അവസാനത്തെ സൂറത്താണ് ഏത്? സൂറത്തു അൻ നസ്ർ എന്നതാണ്. ഈ സൂറത്ത് അവതരിക്കുന്നത് മദീനയിലാണ്, മദീന കാലഘട്ടത്തിലാണ്. സൂറത്ത് മദനിയാണ് എന്നതാണ്. നമ്മൾ പറഞ്ഞിരുന്നു, മക്കി മദനി എന്നത്, മക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ്, മദനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജ്റക്ക് ശേഷമുള്ളതാണ്. മറ്റൊന്ന്, ഈ സൂറത്തിൻ്റെ ലക്ഷ്യമാണ്. എന്താണ് മഖാസിദു ഹാദിഹി സൂറ? ഈ സൂറത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ദീന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂറത്ത് അറിയിച്ചു തരുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ ഈ സൂറത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ മൂന്നെണ്ണാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, വിജയം കൊണ്ട് വാഗ്ദാനം ചെയ്തു, അതോടൊപ്പം തന്നെ സഹായം കൊണ്ട് വാഗ്ദാനം ചെയ്തു എന്നതാണ്. രണ്ടാമത്തേത്,
അൽ ബിഷാറത്തു ബിദുഖൂലി ഖലായിഖ കസീറത്തിൻ ഫിൽ ഇസ്ലാം. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം സ്വീകരിക്കും എന്ന് ഉള്ള ഒരു സന്തോഷ വാർത്തയും ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിക്കണമെന്നും അവന് നിത്യവും ഇസ്തിഗ്ഫാറുകൾ അർപ്പിക്കണമെന്നും എന്നതിനുള്ള കൽപ്പന എന്തുണ്ട്, ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ്. ഇതാണ് സൂറത്തിനെ കുറിച്ച് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇനി ആദ്യത്തെ ആയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അവിടെ ഓതുന്ന സമയത്ത്, പാരായണം ചെയ്യുന്ന സമയത്ത് ഫതഹ് എന്നല്ല ഫത്ഹ് എന്നാണ്, സുക്കൂനാണ്, താഇന് സുക്കൂനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോദണം. പല ആൾക്കാരും ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്നാണ് ഓതുന്നത്, അതല്ല വൽ ഫത്ഹ് എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇദാ ജാഅ വന്നു കഴിഞ്ഞാൽ, ഇദാ ആയാൽ എന്നാണ് അർത്ഥം വരിക. ഇദാ ജാഅ വന്നാൽ, എന്ത് വന്നാൽ, നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ, വൽ ഫത്ഹ് അതോടൊപ്പം വിജയവും വന്നു കഴിഞ്ഞാൽ എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ സഹായം എന്നത് വ്യക്തമാണ്, അള്ളാഹുവിൻ്റെ സഹായം എന്നത് വ്യക്തമാണ്. പിന്നെ ഇവിടെ ഫത്ഹ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്, എന്താണ് ഫത്ഹിൻ്റെ ഉദ്ദേശം എന്നാണ്. അത് മറ്റു സൂറത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. വ്യക്തമായ ഒരു വിജയം എന്ത് ചെയ്തിട്ടുണ്ട്, നാം നിനക്ക് തന്നിട്ടുണ്ട്, താങ്കൾക്ക് തന്നിട്ടുണ്ട് എന്ന് റസൂലിനോട് പറയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫത്ഹ് ഏതാണ്, ഫത്ഹു മക്കയാണ്. ഫത്ഹു മക്കയാണ്, മക്ക വിജയിച്ചടക്കുന്നതാണ് എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹിൻ്റെ സഹായം വന്നു, ആ സഹായത്തിലാണ് എന്തുണ്ടാവുക, വിജയം ഉണ്ടാവുക. സഹായത്തിൻ്റെ കൂടെയാണ് വിജയമുണ്ടാവുക. വിജയമുണ്ടായാൽ എന്തുണ്ടാവും, അതിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അത് രണ്ടും എന്ത് ചെയ്തത്, ചേർത്ത് പറഞ്ഞത് എന്നാണ്. നസ്ർ എന്നതും സഹായം എന്നതും വിജയം എന്നതും ചേർത്ത് പറയാനുള്ള കാരണം അതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, അള്ളാഹു അവിടെ പ്രയോഗിക്കുന്നത് എന്താ, ഇദാ ജാഅ നസ്റുല്ലാഹ് എന്നാണ്, അള്ളാഹുവിൻ്റെ സഹായം. അപ്പം അവിടെ ആരുടെ സഹായം കിട്ടിയാലാണ് എന്ത് ചെയ്യുക, വിജയിക്കുക, അള്ളാഹിൻ്റെ സഹായം. അപ്പം അത് എടുത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സഹായം. അതതിൻ്റെ ഗാംഭീര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അപ്പോൾ ഫത്ഹ് മക്ക വിജയിച്ചടക്കുക എന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാണ് എന്ത് ചെയ്യുന്നത്, ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഫത്ഹ് മക്ക നടക്കാനുള്ള കാരണം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഹുദൈബിയ സന്ധി നടക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധിയിലെ കരാറ് ലംഘനമാണ് എന്ത് ചെയ്യുന്നത്, ഫത്ഹ് മക്ക നടക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ഹുദൈബിയ സന്ധിയിൽ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, 10 വർഷത്തിന് ഇനി യാതൊരു യുദ്ധവും ഉണ്ടാവുകയില്ല എന്ന് കരാർ എഴുതുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ എന്ത് ചെയ്യും, ആ കരാറ് അവർ ലംഘിക്കും. ആ ലംഘിച്ചതിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മക്ക വിജയം എന്ന ചരിത്രത്തിലെ പ്രസക്തമായ ഭാഗം നടക്കുന്നത് എന്നാണ്. ഇവിടെയാണ് ആ ഫത്ഹ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത് എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. മക്ക ഫത്ഹായപ്പോൾ എന്താണ് നബിക്ക് ലഭിച്ച നേട്ടം, ഇസ്ലാമിന് ലഭിച്ച നേട്ടം എന്ത് എന്നതാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. വറഅയ്ത الناس يدخلون في دين الله أفواجا. വറഅയ്ത, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അന്നാസ, ആരെ, ജനങ്ങളെ നിനക്ക് കാണാം. യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നു. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നതായി നബിയെ താങ്കൾക്ക് കാണാം. ഫീ ദീനില്ലാഹ്, ആരുടെ ദീനിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ. എങ്ങനെയാണ്, അഫ്വാജ, കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അവർ പ്രവേശിക്കുന്നതായി നബിയെ താങ്കൾക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ ഇവിടെ ഫത്ഹ് മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ അവിശ്വാസികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ ആളുകൾ, അവിശ്വാസികളുടെ കൂട്ടത്തിലെ തലപ്പത്ത് നിന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫത്ഹ് മക്ക കാലഘട്ടത്തിൽ മക്ക വിജയിച്ചടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ആളാണ് ആര്, അബൂ സുഫിയാൻ. മറ്റൊന്ന് അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിൻത്ത് ഉത്ബ. മറ്റൊന്ന് അബൂജഹലിൻ്റെ മകൻ ഇക്രിമത്ത് ബിനു അബി ജഹൽ, സുഹൈൽ ബിൻ അംർ,
സഫ്വാൻ ഇബ്നു ഉമയ്യ, അബൂ ഖുഹാഫ എന്നിങ്ങനെ പ്രഗത്ഭരായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ മക്കം ഫതഹിന്റെ ദിവസമാണ്. അതാണ് പറഞ്ഞത് എന്ത് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അപ്പോൾ അബൂ സുഫിയാന്റെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉഹദ് യുദ്ധത്തിലും ഖന്തഖ് യുദ്ധത്തിലും നേതാവ് ആരാണ്? അവിശ്വാസികളുടെ അബൂ സുഫിയാനാണ്. അബൂ സുഫിയാനാണ് എന്ത് ചെയ്യുന്നത്? നേതൃസ്ഥാനം വഹിക്കുന്നത്. അബൂ സുഫിയാൻ ഉഹദ് യുദ്ധത്തിൽ വിളിച്ചു പറയുന്ന ചില രംഗങ്ങളുണ്ട്. അബൂ സുഫിയാൻ പറയുന്നത് അഫിൽ ഖൗമി മുഹമ്മദ്. ഉഹദ് യുദ്ധ സമയത്ത് വിളിക്കുകയാണ്, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ലാ തുജീബൂഹു, നിങ്ങൾ എന്ത് ചെയ്യണ്ട, അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടതില്ല. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് അബൂ സുഫിയാൻ അഫിൽ ഖൗമി ഇബ്നു അബീ ഖുഹാഫ, എവിടെയാണ് അബൂ ഖുഹാഫന്റെ മകൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ലാ തുജീബൂഹു, എന്ത് ചെയ്യണ്ട, അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടതില്ല. വീണ്ടും ചോദിക്കുകയാണ് അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, എവിടെയാണ് ഖത്താബിന്റെ മകൻ? ആ സമയത്തും പറയും. അപ്പോൾ ആ സമയത്ത് ആരും മറുപടി പറയില്ല, ആരും യാതൊരു മറുപടിയും പറയില്ല. അപ്പോഴാണ് അബൂ സുഫിയാൻ പറയാ ഇന്ന ആഹുലാഹി ഖുതിലു ഫലൗ കാനു അഹ്യാഅൻ ലഅജാബു, അവരെല്ലാവരും എന്ത് ചെയ്തു? മരണപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? മറുപടി പറയുമായിരുന്നു. പക്ഷെ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇത് ആർക്ക് സഹിച്ചില്ല? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടു നിൽക്കാൻ പറ്റിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കദബ്ത യാ അദുവല്ലാഹ്, ഓ അല്ലാഹുവിന്റെ ശത്രു, നീ കളവാണ് പറഞ്ഞത് എന്നെന്ത് ചെയ്യും? ഉറക്കെ വിളിച്ചു പറയും. ആ സമയത്ത് അബൂ സുഫിയാൻ വീണ്ടും പറയും ഉഉലു ഹുബൽ, ഹുബൽ എന്ന വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്? ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ ആരാധിക്കുന്നത്. അപ്പൊ ഹുബൽ ഉന്നതനാണ് എന്നെന്ത് ചെയ്യും? അബൂ സുഫിയാൻ വിളിച്ചു പറയും. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അജീബൂഹു, നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കണം എന്ന്. അപ്പൊ അതുവരെ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഉത്തരം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഉത്തരം കൊടുക്കണം, കൽപ്പനയാണ്, നിങ്ങൾ എന്തായാലും ഉത്തരം കൊടുക്കണം. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കാൻ മാ നഖൂലു, നമ്മൾ എന്താണ് പറയേണ്ടത് റസൂലേ? ഖൂലു അല്ലാഹു അഅലാ വ അജൽ, അല്ലാഹു ആണ് ഏറ്റവും ഉന്നതൻ, അല്ലാഹു ആണ് എല്ലാത്തിനും ഉപരിയിലുള്ളവൻ എന്ന് നിങ്ങൾ പറയുക എന്നാണ്. അബൂ സുഫിയാൻ പറയും. ഇത് കേൾക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ പറയാണ് ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, നമുക്ക് ഉസ്സ ഉണ്ട്, നിങ്ങൾക്ക് ആരില്ല, ഉസ്സ ഇല്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയും അജീബൂഹു, നിങ്ങൾ എന്ത് ചെയ്യും? അബൂ സുഫിയാന് ഉത്തരം കൊടുക്കുക എന്ന് പറയും. വീണ്ടും സഹാബാക്കൾ ചോദിക്കും മാ നഖൂലു, നമ്മൾ എന്താണ് പറയേണ്ടത് എന്നാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖൂലു, നിങ്ങൾ പറയണം അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, അല്ലാഹയാണ് നമ്മുടെ മൗല, അല്ലാഹയാണ് നമ്മുടെ സഹായി, നിങ്ങൾക്ക് എന്തില്ല, അങ്ങനെ ഒരു സഹായി നിങ്ങൾക്കില്ല എന്നാണ്. എന്നിട്ട് അബൂ സുഫിയാന്റെ ഇസ്ലാമിനോടുള്ള ശത്രുതയാണ് എന്ത് ചെയ്യുന്നത്? ഈ വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് അബൂ സുഫിയാൻ പറയുന്നുണ്ട് യൗമുൻ ബിയൗമി ബദർ, ബദറിൽ നമുക്ക് പരാജയം ഉണ്ടായല്ലോ, അതിന് പകരാണെന്ത് ഉഹദ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉഹദിലേക്ക് അബൂ സുഫിയാൻ ഇറങ്ങുന്നത് എന്നാണ്. എന്നാൽ അതേ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് എത്തുന്ന സമയത്ത് ആളാകെ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിൽ മാറുന്ന രംഗാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫത്ഹ് മക്കയിൽ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് ത്വായിഫിൻ്റെ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് പരിക്ക് പറ്റുന്ന, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള ചരിത്രമാണ്. അപ്പം അങ്ങനെ കണ്ണിന് പരിക്ക് പറ്റിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയാണ് യാ റസൂലല്ലാഹ് ഹാദിഹി ഐനി ഖദ് ഉസീബത് ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാൻ പോരാടിയപ്പോൾ, യുദ്ധം ചെയ്തപ്പോൾ എൻ്റെ കണ്ണിന് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഇൻ ശിഅത ദഅഉതുല്ലാഹ ഫറദ്ദത അലൈക്, ഇനി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഫറുദ്ദത അലൈക്, നിനക്ക് എന്ത് ചെയ്യും? അള്ളാഹു അത് തിരിച്ചു തരും, ആ വേദന എന്ത് ചെയ്യും? മാറ്റിത്തരും, കാഴ്ച നിനക്ക് തിരിച്ചു തരും. വ ഇൻ ശിഅത ഫൽ ജന്ന, അതല്ലെങ്കിൽ നീ സ്വർഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ നിനക്ക് സ്വർഗമാണ് എന്ന് പറയും. ആ സമയത്താണ് അബൂ സുഫിയാൻ പറയുന്നത് ബലിൽ ജന്ന, എനിക്ക് സ്വർഗം മതി എന്നാണ്. അപ്പം അവിടെ അബൂ സുഫിയാൻ മൊത്തത്തിൽ മാറുന്ന രംഗാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ യർമൂക്ക് യുദ്ധസമയത്ത് അബൂ സുഫിയാനെ കുറിച്ച് പറയുന്ന ചില രംഗങ്ങളുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാൻ ഫഖത്തുൽ അസ്വാത യൗമൽ യർമൂക്ക്, യുദ്ധത്തിന്റെ സമയമാണ്. സ്വാഭാവികമായിട്ടും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ശബ്ദം ഉണ്ടാക്കണം. അവിടുന്ന് ശത്രുക്കൾ വരുന്നുണ്ട്, ഇവിടെ ശത്രുക്കൾ ഉണ്ട്, അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ആക്രമിക്കണം എന്നിങ്ങനെയുള്ള ശബ്ദം യുദ്ധത്തിൽ അനിവാര്യമാണ്.
ആ സമയത്ത് സഈദ് ബിൻ മുസയ്യിബ് പറയാണ്, നമ്മുടെ ശബ്ദം എന്ത് ചെയ്തു? നിലച്ചു. ശബ്ദം ആരുടെയും പുറത്തു വരുന്നില്ല. വൽ മുസ്ലിമൂന യഖ്തതിലൂന വറൂം, മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യാണ്? റോമക്കാരുമായി ഏറ്റുമുട്ടാണ്. ഇല്ല റജുലുൻ യഖൂൽ, എന്നാൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, യാ നസ്റല്ലാഹി ഇഖ്തരിബ്, ഓ അള്ളാഹുവിൻ്റെ സഹായം അത് ഉടനെ തന്നെയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ. അപ്പം അദ്ദേഹം ഫദഹബ്തു അൻദുറു മൻ ഹുവ, അങ്ങനെ ഞാൻ നോക്കി അതാരാണ് പറയുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഫഹിദാ ഹുവ അബൂ സുഫിയാൻ, അത് അബൂ സുഫിയാൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തിരിച്ചറിയാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ അബൂ സുഫിയാൻ അങ്ങേയറ്റം ഇസ്ലാമിനോട് വിദ്വേഷം വെച്ച് പുലർത്തിയ അബൂ സുഫിയാൻ മുസ്ലിം ആയ സമയത്ത് എല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിക്കുന്ന, സ്വന്തം കണ്ണിൻ്റെ കാഴ്ചക്ക് പോലും നഷ്ടമുണ്ടാകുന്ന അവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്? അബൂ സുഫിയാന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അബൂ സുഫിയാൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതേപോലെയാണ് ആര്? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂ ജഹലിൻ്റെ മകൻ ഇക്രിമയുടെ ചരിത്രവും. കാരണം ഇക്രിമയും ഇസ്ലാം സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഫത്ഹ് മക്കയിലാണ് ഇക്രിമയും ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം ഉപ്പാര അബൂ ജഹലാണ്. ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിനോടുള്ള വിദ്വേഷം ചെയ്യുന്നുണ്ട്, ഇസ്ലാമിനോടുള്ള ദേഷ്യം, ഇസ്ലാമിനോടുള്ള പക കേട്ടുകൊണ്ടാണ് ആര് വളരുന്നുള്ളത്? ഈ പറയുന്ന മകൻ വളരുന്നത് എന്നാണ്. എന്നാൽ ബദറിൽ എന്ത് ചെയ്യും? ബദറിൽ ഉപ്പയുടെ കൂടെ മുസ്ലിമീങ്ങൾക്കെതിരെ ഇക്രിമ പുറപ്പെടുന്നുണ്ട്, ഉപ്പയുടെ കൂടെയാണ് പുറപ്പെടുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ഉപ്പ മരണപ്പെടും. അതോടൊപ്പം തന്നെ യുദ്ധക്കളത്തിൽ, ആ ബദറിന്റെ യുദ്ധക്കളത്തിലാണ് എന്ത് ചെയ്യുന്നത്? മുആദ് ബിൻ അംർ എന്ന് പറയുന്ന സഹാബിയുടെ തോളിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇക്രിമ ഒരു വെട്ടുന്നുണ്ട് എന്നാണ്. തോളിന് എന്ത് ചെയ്യും? വെട്ടും. ആ സഹാബി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ തോളിന് വെട്ട് കിട്ടിയ ഉടനെ തോൾ എന്ത് ചെയ്യും? അറ്റ് തൂങ്ങുന്നതാണ്. ഇങ്ങനെ തൂങ്ങുന്നുണ്ടാവും ആ തോൾ. അപ്പോൾ ആ തോളിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മറ്റേ കാല് കൊണ്ട് എന്ത് ചെയ്യും? അത് പറിച്ചെടുത്തിട്ട് യുദ്ധത്തിന് എന്ത് ചെയ്യും? പുറപ്പെടുന്ന. അപ്പം അങ്ങനെയുള്ള ഇക്രിമയാണ് ബദറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഉഹദിലേക്ക് ഇക്രിമ എത്തുന്ന സമയത്ത് ഇക്രിമയാണ് എന്ത് ചെയ്യുന്നത്? ഉഹദിന് തീ കൊളുത്തുന്നത് എന്ന. ഉഹദ് നടക്കണം. കാരണം ബദറിൽ നമുക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. ബദറിൽ ഉപ്പാക്ക് സാരമായ പരിക്ക് എന്ന് മാത്രമല്ല, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉഹദ് എന്ത് ചെയ്യണം? ഉഹദ് നടക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉഹദിലേക്ക് അബൂ സുഫിയാനെ പ്രേരിപ്പിക്കുന്നത് ഇക്രിമയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? അവിടെ ഉഹദിലേക്ക് പുറപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉഹദിൽ പങ്കെടുക്കുന്നുണ്ട്. ഉഹദിൽ എന്ത് ചെയ്യും? മുസ്ലിമീങ്ങളോട് അങ്ങേയറ്റത്തെ ദേഷ്യത്തോടു കൂടി ബദറിൽ പക വീട്ടണം എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? അതിശീഘ്രമായി യുദ്ധത്തിൽ മുന്നിടും എന്നതാണ്. എന്നാൽ അതേസമയം ഫത്ഹ് മക്കയിൽ എന്ത് ചെയ്യും? ഇസ്ലാം സ്വീകരിക്കും. ആ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇക്രിമയുടെ അവസ്ഥ ആകെ മാറുന്നുണ്ട്. ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം യർമൂക്ക് യുദ്ധത്തിൽ, അതായത് അബൂ സുഫിയാൻ പങ്കെടുത്ത അതേ യുദ്ധത്തിൽ ഇക്രിമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവിടെ ഇക്രിമ റളിയല്ലാഹു അൻഹുയുടെ ആളുകളൊക്കെ പറയുന്നുണ്ട്, നീ പോണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം ശത്രുക്കൾ ഒരുപാടുണ്ട്. ആ ശത്രുക്കളുടെ കൂട്ടത്തിലേക്കാണ് ആര് പോവാൻ തുനിയുന്നത്? ഇക്രിമ പോകാൻ തുനിയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു യുദ്ധത്തിൽ ഒരു സർക്കിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ശത്രുക്കളുടെ സർക്കിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പോയി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നല്ല പ്രയാസമുള്ള വിഷയമാണ്. പക്ഷെ ഇക്രിമ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദഅനി ഉകഫിറു അമ്മാ സലഫ മിന്നി, എന്നെ നിങ്ങൾ വിടണം. കാരണം ഞാൻ ഇസ്ലാമിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിലല്ലാത്ത സന്ദർഭത്തിൽ ഒരുപാട് തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് മായ്ച്ചു കളയണം എന്നതിൻ്റെ പേരിൽ എന്തെയാണ്? ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണെന്നാണ്. ലഖദ് ഖാതൽതു റസൂലല്ലാഹി ഫീ മവാത്തിന കസീറ വഅഫിറു മിനർ റൂം അൽയൗം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ റസൂലിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലിനെതിരെ ഒരുപാട് യുദ്ധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റോമക്കാരുമായി ഞാൻ ഏറ്റുമുട്ടുമ്പോൾ ഞാൻ എങ്ങനെയാണ് പിന്തിരിഞ്ഞോടുക? ഞാൻ എങ്ങനെയാണ് റോമക്കാരോട് യുദ്ധം ചെയ്യാതെ അതിൽ നിന്ന് പിന്മാറുക? റസൂലിനോട് യുദ്ധം ചെയ്ത ആളല്ലേ, എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ യർമൂക്ക് യുദ്ധത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുകയും ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് 70ഓളം മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായ മുസ്ലിമായിരുന്നു എന്ത് ഈ പറഞ്ഞ ആളുകളെല്ലാം എന്നാണ്. അപ്പം ഇക്രിമ സഹാബിയാണ്, അബൂ സുഫിയാനും സഹാബിയാണ് റളിയല്ലാഹു അൻഹുമാ. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം എന്നുള്ളത്, നമ്മൾ ഒരാളുടെ ഹിദായത്തിൻ്റെ വിഷയത്തിലും എന്ത് ചെയ്യരുത്? നമ്മൾ ശങ്കിച്ചു നിൽക്കുന്ന, ഓനൊന്നും ഹിദായത്തിലാവുകയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ അവർ ഹിദായത്തിലേക്ക് എത്തിയതിനു ശേഷം പിന്നെന്ത് ചെയ്തിട്ടില്ല? ളലാലത്തിലേക്കുള്ള തിരിച്ചുനോട്ടം ഉണ്ടായിട്ടില്ല എന്നാണ്.
പിന്നെ ആ വലാലത്തിനെ എങ്ങനെയെല്ലാം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിക്കുമോ അതിൻ്റെ എല്ലാ പണിയും എന്ത് ചെയ്തിരുന്നു, അവരെടുത്തിരുന്നു എന്നാണ്. എന്നാൽ നമ്മളിൽ ചില ആളുകളോ സത്യമറിഞ്ഞു തൗഹീദ് മനസ്സിലാക്കി പിന്നീടും വലാലത്തിനെ തേടി നടക്കുന്ന അവസ്ഥയാണ് പല ആളുകൾക്കും ഉള്ളത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങളുടെ ആഴം മനസ്സിലാക്കി ആ പാപങ്ങൾ മായ്ച്ചു കളയാൻ ഉള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫത്ഹ് മക്കയിലെ മറ്റൊരാളാണ് ആര്? വഹ്ഷി ഇബ്നു ഹർബ്. ആരാണ് വഹ്ഷി? വഹ്ഷി ആരാണ് കൊന്നത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ് വഹ്ഷി. കാരണം വഹ്ഷി കൊല്ലണമെന്ന് പറഞ്ഞു കൊന്നതല്ല, മറിച്ച് വഹ്ഷിയെ സംബന്ധിച്ചിടത്തോളം വഹ്ഷി ജുബൈർ ഇബ്നു മുത്ഇമിന്റെ അടിമയാണ്. ജുബൈർ ഇബ്നു മുത്ഇമിന്റെ അടിമയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആരുടെ അടിമയാണ് എന്ന വിഷയത്തിൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം എന്നായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും? ഉഹദിലേക്ക് പുറപ്പെടും. ഉഹദിലേക്ക് പുറപ്പെട്ടിട്ട് വഹ്ഷി ആരും കാണാത്ത ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? വഹ്ഷി നിൽക്കും. വഹ്ഷിനെ സംബന്ധിച്ചിടത്തോളം വഹ്ഷിന്റെ ചാട്ടുള്ളി എന്നുള്ളത് വഹ്ഷിക്ക് ഉറപ്പാണ്. ഞാൻ എറിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഏറ് കൊള്ളുമെന്നത് വഹ്ഷിക്ക് ഉറപ്പാണ്. അങ്ങനെ വഹ്ഷി എന്ത് ചെയ്യും? തക്കം പാത്തു നിൽക്കും. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കിട്ടി, ഇതാണ് അതിൻ്റെ സമയം എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ചാട്ടുള്ളി എറിയുകയും ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന അവസ്ഥയാണ് ഉഹദിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേ വഹ്ഷിയാണ് മക്കം ഫതഹിൽ നബിയുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നബി ചോദിക്കാൻ, അഅൻത വഹ്ഷി, നീയാണോ വഹ്ഷി? വഹ്ഷി പറയാണ്, ഖുൽതു നഅം, അതെ ഞാനാണ് വഹ്ഷി. അൻത ഖതൽത ഹംസ, നീയാണോ ഹംസയെ വധിച്ചത്? ഖുൽതു ഖദ് കാന മിനൽ അംരി മാ ബലഗക്, താങ്കൾക്ക് എത്തിയ വാർത്ത പോലെ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഉഹദ് എന്നത് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കിയ യുദ്ധമാണ്. കാരണം നബിയുടെ മുൻപല്ല് പൊട്ടുന്നുണ്ട്, സഹാബാക്കളിൽ ചില ആളുകൾ മരണപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായ യുദ്ധമാണ് ഉഹദ് എന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഹൽ തസ്തതീഉ അൻ തുഗയ്യിബ വജ്ഹക അന്നി, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് വഹ്ഷിയാണ് എന്നറിഞ്ഞു, വഹ്ഷി ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വന്നു എന്നാണ്. മനസ്സിൽ ഓർമ്മ വന്നിട്ട് വഹ്ഷിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് നീ അകന്നു നിൽക്കണം എന്നാണ്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് പോലും വഹ്ഷിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കവയ്യാതെ ഹംസയെ കൊന്നു എന്ന ആ അങ്ങേയറ്റത്തെ വേദന റസൂലിന് വർഷങ്ങൾക്ക് ശേഷം, ഉഹദ് നടന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ ആ വ്യസനമുണ്ടായിട്ട് വഹ്ഷിനോട് പറയാണ്, നീ എന്ത് ചെയ്യണം? എൻ്റെ അടുക്കൽ നിന്ന് കുറച്ചു കാലം മാറി നിൽക്കണം എന്നതാണ്. എന്നാൽ അതേ വഹ്ഷി ഇസ്ലാമിലേക്ക് എത്തിയ സമയത്ത് വഹ്ഷി ചെയ്ത പണിയുണ്ട്. വഹ്ഷി പറയുന്ന ഒരു കാര്യമുണ്ട്. വഹ്ഷി പറയാണ്, ഞാൻ ഇസ്ലാമിലായിരിക്കെ ഹംസയെ കൊന്നു, ഏറ്റവും ഉന്നതനായ സഹാബി വര്യനെയാണ് ഞാൻ കൊന്നത്. അതായത് ഇസ്ലാമിലായിരിക്കെ അല്ല, ഞാൻ മുശ്രിക്കായിരിക്കെ. എന്നാൽ അതേ സമയത്ത് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും എന്നിട്ട് വഹ്ഷി എന്ത് ചെയ്യും? ഒരു യുദ്ധത്തിൽ മുസൈലിമയെ വഹ്ഷി വധിക്കുന്ന. വഹ്ഷി പറയുന്നത്, ഇസ്ലാമിലായിരിക്കെ ഞാൻ ഏറ്റവും ക്രൂരനായ ഒരാളെ കൊല്ലുകയും മുശ്രിക്കായിരിക്കെ ഞാൻ ഇസ്ലാമിൽപ്പെട്ട ഏറ്റവും ഉന്നതനായ ആളെ കൊല്ലുകയും ചെയ്തു എന്നാണ്. അപ്പം അത് വഹ്ഷി പറയുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് അള്ളാഹു ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്തേക്കാം? ഇത് പുറത്തു തന്നേക്കാം എന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തില്ല, പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് ചോദ്യം ചെയ്യൂല. പക്ഷെ അവർക്ക് അതുപോലും എന്തായിരുന്നു? അങ്ങേയറ്റത്തെ പേടി ഉണ്ടായിരുന്നു എന്നാണ് ആ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് അവിശ്വാസികൾ ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ പറയുന്ന ഫത്ഹ് മക്ക കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് പറയുന്നത്, വറഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി ദീനിലേക്ക് ആളുകൾ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന്. ഇത് വളരെ ചുരുങ്ങിയ ചരിത്രം മാത്രമാണ്. ഇതിൽ തന്നെ ഇക്രിമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഇക്രിമയെ വധിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയിൽ ചില ആളുകളെ വധിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ആളാണ് ആര്? ഇക്രിമ നാട് വിടും. ഇക്രിമ നാട് വിട്ടിട്ട് കപ്പലിൽ കയറിയിട്ട് എന്ത് ചെയ്യും? ഇക്രിമ പോകുന്ന സന്ദർഭത്തിലാണ് ഇക്രിമ റസൂല് പറയുന്ന കാര്യം എനിക്ക് കേൾക്കാൻ പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? തൗഹീദ് സ്വീകരിക്കണം, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അതെന്ത് ചെയ്യാൻ പറ്റൂല? എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നാ.
അങ്ങനെ കപ്പലിൽ കയറും, കപ്പൽ ആടി ഉലയും, കപ്പൽ വീഴാനാകുന്ന കോലത്തിലെത്തും. ആ സമയത്താണ് കപ്പലിലുള്ള കപ്പിത്താനും മറ്റൊക്കെ പറയാം, ഇനി എന്തേ രക്ഷയുള്ളൂ, അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പറയും. ആ സമയത്ത് ഇക്രിമ ചിന്തിക്കും, ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ നിന്ന് റസൂലിൻ്റെ അടുക്കലിൽ നിന്ന് ഞാൻ ഇവിടെ വന്നത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന നിലക്കാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പറയുന്നു, ഈ സന്ദർഭത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണല്ലോ ഇവർ പറയുന്നത് എന്ന്. അങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി, ശരിയാണല്ലോ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാലേ രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്, അവിടുന്ന് ഇക്രിമ ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്ന രംഗമാണ് ചരിത്രത്തിലുണ്ടത് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫത്ഹ് മക്ക എന്നത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു യുദ്ധമാണ് ഫത്ഹ് മക്ക എന്നത്. ഫത്ഹ് മക്ക നടന്നതെപ്പോഴാണ്? ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ് ഫത്ഹ് മക്ക നടന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം നമ്മൾ അയവിറക്കുകയാണ് എങ്കിൽ, ഓർമ്മപ്പെടുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ മാസത്തിലാണ് നാം ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് വിശദീകരിക്കുകയാണെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ക്ലാസ് മൊത്തം നമുക്ക് പറയേണ്ടി വരും എന്നതുകൊണ്ട് മാത്രം ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഫസബ്ബിഹ് ഫസബ്ബിഹ്, നീ എന്ത് ചെയ്യണം, നീ സ്തുതി കീർത്തനങ്ങൾ പറയണം, നീ അള്ളാഹുവിനെ പുകഴ്ത്തണം. എങ്ങനെ? ബിഹംദി റബ്ബിക, നീ തസ്ബീഹ് ചൊല്ലണം. എന്തിനോടൊപ്പം? അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം എന്നതാണ്. അപ്പോൾ അവിടെ ബി എന്ന ഹർഫ് മഅ എന്ന അർത്ഥത്തിലാണ്, കൂടെ എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിനെ നീ തസ്ബീഹ് ചൊല്ലണം, അതോടൊപ്പം എന്തും പറയണം, ഹംദും പറയണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് ആദ്യത്തെ ആയത്തിൻ്റെ മറുപടിയാണ്. ആദ്യത്തെ ആയത്തിൽ എന്താ പറയുന്നത്? സഹായം വന്നാൽ, വിജയം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ റബ്ബിനെ പുകഴ്ത്തണം, അതോടൊപ്പം തന്നെ റബ്ബിന് ഹംദുകൾ ചൊല്ലണം. വസ്തഗ്ഫിർഹു, നീ റബ്ബിനോട് എന്ത് ചെയ്യണം? പാപമോചനം തേടണം, ഇസ്തിഗ്ഫാറിനെ തേടണം. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്നാണ് പറയുന്നത്. ശരിക്കും നിന്റെ റബ്ബ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അള്ളാഹിനെ കുറിച്ച് അവിടെ പറഞ്ഞു റബ്ബുഹു, അവൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ റസൂലിലേക്ക് ചേർത്ത് പറയാണ്, റസൂലെ താങ്കളുടെ റബ്ബ്, താങ്കൾക്ക് വിജയം നൽകിയ, താങ്കൾക്ക് റിസാലത്ത് നൽകിയ താങ്കളുടെ റബ്ബിന് എന്ത് ചെയ്യണം? പുകഴ്ത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തസ്ബീഹും ഹംദും ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. തസ്ബീഹും ഹംദും ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് തസ്ബീഹും ഹംദും ചേർത്ത് പറയാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തേത് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായി പറയുന്ന ആളുകളുണ്ട്, അള്ളാഹുവിന് പോരായ്മകൾ പറയുന്ന ആളുകളുണ്ട്. ഇതിൽ നിന്ന് ശുദ്ധീകരിക്കലാണെന്ത്? തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തൻസീഹു അൻ കുല്ലി നഖ്സിൻ വഅയ്ബിൻ, എല്ലാ പോരായ്മയിൽ നിന്നും എല്ലാ കുറവിൽ നിന്നും അള്ളാഹ് എന്ത് ചെയ്യാം? ശുദ്ധീകരിക്കുക, അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുക, അള്ളാഹുവിനെ ഉയർത്തുക. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എത്രയോ ഉന്നതനാണ് എന്നാണ്. അള്ളാഹുവെ മോശമായി വിശേഷിപ്പിക്കുന്നതിൽ അള്ളാഹു എത്രയോ ഉന്നതനാണ്. ഹംദ് എന്ന് പറഞ്ഞാലോ, ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് എന്തുണ്ട്? ഉന്നതമായ സിഫത്തുകൾ അള്ളാഹുവിനുണ്ട്. ആ ഉന്നതമായ സിഫത്തുകളെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തലാണെന്ത്? ഹംദ് എന്നത്. അപ്പോൾ തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായി പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം? മോശമായി പറഞ്ഞതിനെ അള്ളാഹുവിൽ നിന്ന് അകറ്റി അള്ളാഹു ഉന്നതനാണ് എന്ന് പറയുക. ഹംദ് എന്നത് അള്ളാഹുവിന് ഒരുപാട് നല്ല സിഫത്തുകളുണ്ട്, ആ നല്ല സിഫത്തുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നതാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്തിഗ്ഫാറിനെക്കാളും എന്ത് ചെയ്തു? മുന്തിച്ചു എന്നതാണ്. ഇസ്തിഗ്ഫാറിനെക്കാളും തസ്ബീഹിനെയും ഹംദിനെയുമാണ് മുന്തിച്ചിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. വഅയ്ലൻ ഫീ തഖ്ദീമിൽ അംരി ബിത്തസ്ബീഹി വൽ ഹംദി അലൽ അംരി ബിൽ ഇസ്തിഗ്ഫാരി തംഹീദുൻ ലിഇജാബതി ഇസ്തിഗ്ഫാരിഹി. എന്തുകൊണ്ടായിരിക്കും ഇസ്തിഗ്ഫാറിന് മുമ്പ് തസ്ബീഹും ഹംദും പറഞ്ഞത്? കാരണം ഈ തസ്ബീഹും ഹംദും ആർക്കുള്ളതാ? അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ ഇസ്തിഗ്ഫാർ നമുക്കുള്ളതാണ്. അപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാൾ ശ്രദ്ധിക്കേണ്ട, ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത് അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് എന്ത് ചെയ്യുക? അവന് വേണ്ട കാര്യങ്ങൾ ചോദിക്കുക എന്നതാണ്. അതാണ് ഈ ആയത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്?
ഇസ്തിഗ്ഫാർ ശേഷം പറയാനും തസ്ബീഹും ഹംദും ആദ്യം പറയാനുള്ള കാരണം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ആവർത്തിക്കാറുള്ള 2 ദിക്റുകളായിരുന്നു എന്ത്? തസ്ബീഹും അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാറും തഹ്മീദും എന്നത്. അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിന് ഹംദ് പറയുക, ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു മിൻ ഖൗലിൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, ഫഖുൽതു യാ റസൂലല്ലാഹ് അറാക തുക്സിറു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഇത് ഒരുപാട് തവണ പറയുന്നതായി ഞാൻ കാണുന്നുണ്ടല്ലോ റസൂലേ, എന്താണ് അതിൻ്റെ കാരണം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖബ്ബറനി റബ്ബി അന്നി സഅറാ അലാമതൻ ഫീ ഉമ്മതി. കാരണം റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, നിന്റെ ഉമ്മത്തിൽ ചില അടയാളം നീ എന്ത് ചെയ്യും, കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം, ഇങ്ങനെ പറയണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ അടയാളം? വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അതാണ് അടയാളം. അത് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഒരുപാട് തവണ പറയുന്നത് എന്നാണ്. ഫഇദാ റഅയ്തുഹാ അക്സർതു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ത് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സുജൂദിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൻ്റെ വേളയിലും ഈ പ്രാർത്ഥന എന്ത് ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന റുകൂഇലും സുജൂദിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ തസ്ബീഹിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നതിന്, തസ്ബീഹ് ചെയ്യുക എന്നുള്ളതിന് ഒരുപാട് പ്രാധാന്യം വന്നതായി നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഈ ഭൂമിയിലുള്ള എന്തൊക്കെയുണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിൽ പറയാണ്, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന. ആകാശവും ഭൂമിയും അതിലുള്ളതുമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഒന്നും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യാത്തതായി ഒന്നുമില്ലാണ്. അപ്പോൾ ഭൂമുഖത്ത് എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഭൂമിയിൽ ഏകദേശം 8.7 മില്യൺ സ്പീഷീസുകളാണ് എന്തുള്ളത്, ഭൂമിയിലുള്ളത്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അത് സംസാരിക്കുന്നതാകട്ടെ സംസാരിക്കാത്തതാകട്ടെ, ഇനി നബാത്തുകൾ സസ്യങ്ങളാകട്ടെ അതല്ലാത്തതാകട്ടെ, എല്ലാം അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെയും അള്ളാഹുവാണ് പടച്ചത് എന്നെന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ്. രണ്ടാമത്തേത്, മലക്കുകളും അതോടൊപ്പം തന്നെ ഇടിയും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. സൂറത്തുർ റഅദിലെ 13-ാമത്തെ ആയത്ത്, വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. റഅദും മലക്കുകളും അള്ളാഹുവിനോടുള്ള ഭയത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് തസ്ബീഹുകൾ അർപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, യുസബ്ബിഹൂൻ, അവരും തസ്ബീഹ് ചെയ്യുന്നുണ്ട്. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. പർവ്വതങ്ങൾ, പക്ഷികൾ എന്നിങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലെ 79-ാമത്തെ ആയത്തിലും സൂറത്തു സബയിലെ 10-ാമത്തെ ആയത്ത്, സൂറത്തു സ്വാദിലെ 17-18 ആയത്തുകളിൽ, അതായത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ആരൊക്കെ തസ്ബീഹ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. യുസബ്ബിഹ്ന വത്തയ്ർ. ജിബാലുകൾ, പർവ്വതങ്ങൾ എന്ത് ചെയ്തിരുന്നു, തസ്ബീഹ് ചെയ്തിരുന്നു. പക്ഷികളും എന്ത് ചെയ്തിരുന്നു, തസ്ബീഹ് ചെയ്തിരുന്നു എന്നാണ്. അതിൻ്റെ കാരണങ്ങളായിട്ട് തഫ്സീറിലൊക്കെ പറയുന്നത്, ദാവൂദിന്റെ അടുത്ത് ശബ്ദം എന്തായിരുന്നു, നല്ല ശബ്ദമായിരുന്നു എന്നാണ്. കേൾക്കാൻ നല്ല ഭംഗിയുള്ള ശബ്ദമായിരുന്നു. അപ്പം ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും അതിൻ്റെ കൂടെ തസ്ബീഹ് ചൊല്ലും, കിളികളും അതിൻ്റെ കൂടെ തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്.
ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളും എന്ത് ചെയ്യും? തസ്ബീഹ് ചൊല്ലുന്നാണ്. അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്നത അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഭംഗിയിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. സൽക്കർമ്മങ്ങൾ അങ്ങേയറ്റം ചെയ്ത ആളുകൾ പൂർണ്ണ ചന്ദ്രനെ പോലെ ആയിരിക്കും എന്ത് ചെയ്യുക? സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. അത്രയും ഭംഗി അവർക്കുണ്ടാകും. ഇനി അതിൻ്റെ താഴെയുള്ള വിഭാഗമാണ് ആര്? അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ വിഭാഗമാണ് വല്ലദീന അലാ ഇസ്രിഹിം കഅശദ്ദി കൗകബിൻ ഇദാഅതൻ. ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രം ഉണ്ടാവും. നല്ല തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ ആയിരിക്കും ആര്? രണ്ടാമത്തെ വിഭാഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ എന്നാണ്. അവരുടെ ഹൃദയത്തെക്കുറിച്ച് ഹദീസിൽ പറയാണ് ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ. എല്ലാവരുടെയും ഒറ്റ ഹൃദയം പോലെയാണെന്നാണ്. ആർക്കും പരസ്പരം എന്തുണ്ടാവില്ല? അസൂയ ഉണ്ടാവില്ല. അവൻ എന്തുകൊണ്ട് അത് ലഭിച്ചു, എനിക്കെന്ത് ഇത് ലഭിച്ചിട്ടില്ല എന്നൊരു അസൂയ അവിടെ ഉണ്ടാവുകയില്ല എന്നാണ്. ലാ ഇഖ്തിലാഫ ബൈനഹും വലാ തബാഗുള. അവർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവുകയില്ല. ലികുല്ലി ഇംറിഇൻ മിൻഹും സൗജതാൻ. എല്ലാ ആളുകൾക്കും എത്ര ഭാര്യമാരുണ്ടാവും? 2 ഭാര്യമാരായിരിക്കും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുകയെന്നാണ്. എല്ലാവരും എണീച്ചു തോന്നല്ലേ? അപ്പൊ എല്ലാ ആളുകൾക്കും 2 ഭാര്യമാരായിരിക്കും അവിടെ ഉണ്ടാവുകയെന്നാണ്. ഒന്നെന്താ? ഒന്ന് ഹൂറുൽ ഈനാണ്, മറ്റൊന്ന് സ്വന്തം ഭാര്യയുണ്ട്, മറ്റൊന്ന് സ്വന്തം ഭാര്യ ആയിരിക്കും എന്നാണ്. അപ്പൊ 2 ഭാര്യമാരെന്തുണ്ട്? സ്വർഗത്തിൽ അവർക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് യുസബ്ബിഹൂനല്ലാഹ ബുക്റതൻ വഅശിയ്യ. അള്ളാഹുവിന് എന്ത് ചെയ്യും? അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ചിലപ്പോഴൊക്കെ ഭാര്യമാരോട് സംസാരിക്കുന്ന ആളുകൾ പറയും, സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, എനിക്ക് ഹൂറുൽ ഐൻ ഉണ്ടാവും, നിന്നെ വേണ്ട എന്ന നിലക്കൊക്കെ ചില ആളുകളെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ആരായിരിക്കും ഏറ്റവും അഫ്ളലായ സ്ത്രീ? ഹൂറുൽ ഐനാണോ അല്ല നമ്മുടെ ഭാര്യ ആയിരിക്കുമോ? നമ്മുടെ ഭാര്യ ആയിരിക്കും എന്നാണ്. എങ്ങനെ അവിടെ ഉണ്ടാവും? എല്ലാവരും ഒന്നിച്ചുണ്ടാവും. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരണപ്പെട്ടു. രണ്ടാമത്തെ ആളെന്ത് ചെയ്തു? ഈ ഭാര്യയെ കല്യാണം കഴിച്ചു. അപ്പോഴെന്താ? അതവിടെ ചർച്ചയ്ക്ക് ഉണ്ട്. അവിടെ പറയുന്നത്, ആ ഭാര്യ എന്ത് ചെയ്യും? സ്വർഗത്തേക്ക് പ്രവേശിച്ചു, ഈ 2 ഭർത്താക്കന്മാരും സ്വർഗത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഈമാൻ ആർക്കാണോ ഉള്ളത്, അവളിലേക്ക് ഇവളുടെ കൽബ് എന്ത് ചെയ്യും? ചായുന്നാണ്. അവളിലേക്ക് ഇവളുടെ കൽബ് ചായുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും അഫ്ളലും ഏറ്റവും അഹ്സനും ഏറ്റവും അജ്മലും നമ്മുടെ ഭാര്യ ആയിരിക്കുന്നതാണ്. കാരണം ഈ ഹൂറുൽ ഈൻ എന്നത് അള്ളാഹു സൃഷ്ടിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്കുള്ള അനുഗ്രഹം, നമുക്കുള്ള നഈം എന്നതിന് വേണ്ടിയിട്ടാണ്, ആസ്വാദനം എന്നതിൻ്റെ പേരിലാണ്. പക്ഷേ അവർക്ക് എന്തില്ല? തക്ലീഫില്ല. അവർ ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിയതൊന്നല്ല. മറിച്ച് നമ്മുടെ ഭാര്യ ഇബാദത്ത് ചെയ്ത് അതിനുവേണ്ടി പണിയെടുത്ത് അതിനുവേണ്ടി ദുനിയാവിലുള്ള എന്തൊക്കെ അള്ളാഹുവിന് വേണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്വർഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ്. അപ്പം അവർ പണിയെടുത്ത് എത്തി എന്നതുകൊണ്ട്, ഈമാനോടുകൂടി അമൽ സ്വാലിഹാത്ത് ചെയ്തിട്ടാണ് എത്തിയത് എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? അവരായിരിക്കും കാണാൻ ഏറ്റവും ഭംഗിയുള്ള ആളുകൾ എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്. പിന്നെ ആ വിഷയത്തിൽ വളരെ വിശദമായ ചർച്ചകളുണ്ട്. അതായത് കുട്ടി ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്, അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് സവിസ്തരം എന്ത് ചെയ്യുന്നുണ്ട്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹാദി അൽ അർവാഹ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഓരോ മസ്അലകളും കീറി മുറിച്ച് സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അപ്പോൾ അവരായിരിക്കും, നമ്മുടെ ഭാര്യമാരായിരിക്കും ഏറ്റവും അഫ്ളലായ ആളുകൾ. പിന്നെ പലപ്പോഴും സ്വർഗത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഹൂറുൽ ഈനെ കുറിച്ച് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ചില ആളുകൾ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അത് ശരിക്കും ഒരു ഭാഗം മാത്രമാണ്. സ്വർഗം അതിനേക്കാൾ എത്രയോ വിശാലാണ്. സ്വർഗം അതിനേക്കാളും എത്രയോ വിശാലാണ്. അവിടെ ഒരടിമക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഒരടിമക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹിനെ കാണാന്നുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ആ വ്യക്തിക്ക് ലഭിച്ച അനുഗ്രഹം അതൊക്കെ എന്ത് ചെയ്യും? മറന്നു പോകുന്നതാണ്. അതൊക്കെ മറന്നു പോകും. അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്
ഏറ്റവും വലിയ നിഅമത്തായിട്ട്, ഏറ്റവും വലിയ ആസ്വാദനമായിട്ട് ആ സ്വർഗ്ഗക്കാരന് ലഭിക്കുന്നത് എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ മുമ്പ്. അതായത് നിനക്കെന്തെങ്കിലും ഇനി വേണോ? അപ്പോൾ പറയും ഇനി എന്താ റബ്ബേ നീ തരാനുള്ളത്, നീ എല്ലാം തന്നല്ലോ എന്നാണ് പറയുന്നത്. ആ സമയത്താണ് അള്ളാഹ് എന്ത് ചെയ്യുക? ഹിജാബ് നീക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള മറ അള്ളാഹ് നീക്കും, അള്ളാഹുവിനെ ദർശിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? അങ്ങേയറ്റത്തെ കുളിർമ ആ മനുഷ്യൻ്റെ മുഅ്മിൻ്റെ മനസ്സിൽ ഉണ്ടാകുമെന്നാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പക്ഷെ അവരുടെ ഈമാനും അമൽ സ്വാലിഹാത്തും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർക്ക് തുടരെയായിട്ട് കാണാൻ പറ്റുക എന്നാണ്. നല്ല ഈമാനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹിനെ കുറേ കാണാൻ പറ്റും. എന്നാൽ ഈമാൻ കുറഞ്ഞ ആളുകൾക്കോ അതിനനുസരിച്ചിട്ട് കുറയും എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാനാണെന്ത്, ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈമാൻ എന്താണോ അതാണ് അവിടെ പ്രതിഫലിക്കുക എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ദുനിയാവിൽ ഒരാൾ ഖംറ് കുടിച്ചു കഴിഞ്ഞാൽ അവരെന്തുണ്ടാവില്ല? സ്വർഗത്തിൽ ഖംറ് ഉണ്ടാവില്ല എന്ന്. ദുനിയാവിൽ കള്ളു കുടിച്ചവന് സ്വർഗത്തിൽ കള്ളുണ്ടാവുകയില്ല. ഇനി അവനുണ്ടായാൽ തന്നെ അതിൻ്റെ യഥാർത്ഥമായ രുചി എന്ത് ചെയ്യാൻ പറ്റൂല, അവനക്ക് രുചിക്കാൻ പറ്റൂല എന്ന്. ഹറാമിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് എത്തിയാൽ എന്തുണ്ടാവും? സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആസ്വാദനം കുറയുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആസ്വാദനം കുറയും. പൂർണ്ണമായ ആസ്വാദനം എന്ത് ചെയ്യൂല, അവന് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മൾ സൃഷ്ടികളുടെ വിഷയത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമുക്കൊരാൾ എന്ത് ചെയ്യാണ്, എല്ലാ ദിവസവും നമുക്ക് എന്താണോ വേണ്ടത് അതൊരാൾ പറയാണ് ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് തരാം, നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി, എന്നോട് ചോദിച്ചാൽ മതി എന്നൊരാൾ പറയുന്നു. അയാളെ പേര് നമുക്കറിയില്ല, അയാളെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല, അയാളെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ സമയത്തും നമുക്ക് വേണ്ടത് എന്ത് ചെയ്യുന്നുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ കാണാൻ നമ്മൾ ആഗ്രഹിക്കൂലേ. നമുക്കൊരുപാട് കാര്യങ്ങൾ തരുന്നു, എന്നാൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ നൽകുന്നു. ആ വ്യക്തിയെ നമ്മൾ കാണാൻ ആഗ്രഹിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അവൻ എവിടം വരെയാണോ അവൻ്റെ മരണക്കിടക്ക വരെ അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഏർപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹമായിരിക്കണമെന്ത്, എൻ്റെ റബ്ബിനെ എനിക്ക് ദർശിക്കാൻ പറ്റണം, എൻ്റെ റബ്ബിനെ എനിക്ക് കൺകുളിർക്കെ കാണാൻ സാധിക്കണം എന്നത് അവൻ്റെ ലക്ഷ്യമായിരിക്കണമെന്ന്. കാരണം നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, നമുക്ക് വേണ്ടി തൗഹീദ് എന്ന ഹിദായത്ത് നമുക്ക് നൽകിയ റബ്ബ്, അപ്പോൾ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ റബ്ബിനെ എനിക്ക് കാണണം എന്നത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൺകുളിർക്കെ അള്ളാഹുവിനെ കാണുവാനുള്ള തൗഫീഖ് നൽകി നമുക്ക് അള്ളാഹു അത്തരത്തിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി തസ്ബീഹിൻ്റെ ശ്രേഷ്ഠതകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തസ്ബീഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് അഫ്ളലുൽ കലാമി അർബ, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സംസാരം എന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന് സുബ്ഹാനല്ലാഹ്, 2 വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ എന്നാണ്. ഇതാണെന്ത് ഏറ്റവും അഫ്ളലായ ഒരു മനുഷ്യൻ ഉച്ചരിക്കുന്ന സംസാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്. ആ സമയത്ത് അബൂദർ പറയാൻ, അതെ റസൂലെ പറഞ്ഞു തരണം, ഏതാണ് ഏറ്റവും നല്ല സംസാരം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ സംസാരമാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ശ്രേഷ്ഠതയായി പഠിപ്പിക്കുന്നത്, ഒരാൾ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ്. അവൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അവൻ്റെ മീസാനിന് എന്ത് ചെയ്യും, ഹംദ് എന്നത് നിറച്ചു കളയുന്നതാണ്. അവൻ്റെ മീസാനിന്
കനം തൂങ്ങും. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈനസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ കവച്ചു വെക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യും? ആ സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും അതിൻ്റെ കനം അത്രത്തോളം ഉണ്ടാകുമെന്നാണ്. മറ്റൊരിക്കൽ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയഅജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. ഒരാൾക്ക് ഒരു ദിവസം 1000 നന്മകൾ ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. 1000 നന്മകൾ ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അടുത്തിരിക്കുന്ന സഹാബി ചോദിക്കാൻ, കൈഫ യക്സിബു അഹദുന അൽഫ ഹസന, എങ്ങനെയാണ് ഒരു ദിവസം 1000 നന്മകളൊക്കെ ചെയ്യാൻ സാധിക്കുക? ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്, യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ ഫയുക്തബു ലഹു അൽഫ ഹസനത്തിൻ ഔ യുഹത്തു അൻഹു അൽഫ ഖതീഅത്തിൻ. ഒരാൾ 100 തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് 1000 നന്മകൾ എന്ത് ചെയ്യും? അള്ളാഹു രേഖപ്പെടുത്തും. 1000 തിന്മകൾ എന്ത് ചെയ്യും? അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 മിനിറ്റ് ഇരുന്നാൽ മതി 100 തസ്ബീഹ് ചൊല്ലാൻ എന്നതാണ്. അത് അർത്ഥറിഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രതിഫലാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ദുനിയാവിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ, നമ്മൾ വേറെന്തെങ്കിലും കാര്യത്തിൽ ശുഗലിലാകുമ്പോൾ നമ്മുടെ നാവ് ദിക്റ് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ധന്യമാക്കണം എന്നാണ്. നാവ് നമ്മൾ എപ്പോഴും ദിക്റ് പറയുന്ന ഒരു നാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മൂന്നാമത്തേത് അത്തസ്ബീഹു സഖീലുൻ ഫീ മീസാനിൽ അബ്ദ്. ഒരു അടിമയുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് അവൻ്റെ ഈ പറയുന്ന തസ്ബീഹായിരിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് ഒരാൾ 100 പ്രാവശ്യം പറയുകയാണ്. ഒരാൾ 100 പ്രാവശ്യം പറയുകയാണെങ്കിൽ അവൻ ചെയ്ത അത്ര വലിയ പ്രതിഫലം, അവൻ ചെയ്ത അത്ര വലിയ സൽക്കർമ്മം എന്ത് ചെയ്തിട്ടില്ല? ഒരാളും നാളെ ഖിയാമത്ത് നാളിലേക്ക് കൊണ്ടുവരൂല എന്നാണ്. അപ്പം അതാണെന്ത്? ഏറ്റവും വലിയ സൽക്കർമ്മം എന്നാണ്. അത് പറയേണ്ട സമയപ്പെടാം, ഒന്ന് രാവിലെയും വൈകുന്നേരവുമാണ്. ഈ പറയുന്ന സമയത്തും അതോടൊപ്പം തന്നെ വൈകുന്നേരം ആണ് അതിൻ്റെ സമയം എന്നുള്ളതാണ്. അവസാനമായി അസറിന് ശേഷം. ഇനി നാലാമത്തേത് തസ്ബീഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി ഉരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ എന്ത് ചെയ്യും? അവനൊരു ഈന്തപ്പനത്തിൻ്റെ മരം എന്ത് ചെയ്യും? അവന് നട്ടുപിടിപ്പിക്കപ്പെടുന്ന സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്, സുബ്ഹാനല്ലാഹിൽ അലീം എന്ന തസ്ബീഹ് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നാണ്. അതുകൊണ്ട് ഇനിയും ഒരുപാട് ഹദീസ് ഉണ്ട് തസ്ബീഹിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട്. ഒരുപാട് ഹദീസിൽ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞു. ഇനി തഹ്മീദ് ബാക്കിയുണ്ട്, ഇസ്തിഗ്ഫാർ ബാക്കിയുണ്ട്. ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകതകൾ, ഇസ്തിഗ്ഫാറിലൂടെ ഒരു അടിമക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെ എന്നൊക്കെയാണ് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒഴിവ് സമയങ്ങളിൽ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്ത് സമയങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.